ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് സ്റ്റിച്ചിങ് ക്ലാസ് ആണ് കേട്ടോ. ബ്ലൗസാണ് നമ്മൾ ചെയ്യുന്നത്. ഫ്രണ്ടിലേക്ക് ഹുക്കൊക്കെ വരുന്ന നോർമൽ സാരി ബ്ലൗസില്ലേ, അതാണ് കേട്ടോ. അപ്പോൾ ബ്ലൗസ് ബിറ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 1 മീറ്ററിന് അങ്ങനെ കിട്ടില്ലേ, അത് കേട്ടോ. അപ്പോൾ നമുക്ക് കട്ടിങ് നോക്കാം. ഞാനിതിങ്ങനെ നിവർത്തിയിട്ടിട്ടുണ്ട്. 2 ഫോൾഡാണ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് താഴെ നിന്നാണ് കേട്ടോ മാർക്ക് ചെയ്യാനായിട്ട് പോണേ. അപ്പോൾ ഈ ഒരു ഭാഗം ഫോൾഡിങ് ആണ്, താഴത്തെ ഭാഗം ഓപ്പൺ ആയിട്ട് വരുന്നത്, അങ്ങനെ കേട്ടോ. അപ്പോൾ ബാക്ക് പീസാണ് നമ്മൾ ആദ്യം കട്ട് ചെയ്യുന്നത്. 14 ഇഞ്ചാണ് നമുക്ക് മൊത്തം ലെങ്ത്ത് വേണ്ടത്. അപ്പോൾ 1/2 ഇഞ്ച് താഴ്ഭാഗം മടക്കി അടിക്കാൻ നമുക്ക് സീം അലവൻസ് ആണ് കേട്ടോ. 13.5 നമ്മുടെ കറക്റ്റ് ലെങ്ത്ത്. അപ്പോൾ താഴെ 1/2 ഇഞ്ചും കൂട്ടിയിട്ടാണ് ഞാൻ 14 മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇനി മുകളിലും നമുക്കൊരു 1/2 ഇഞ്ച് സീം അലവൻസ് വേണം കേട്ടോ. അപ്പോൾ 14.5 മൊത്തം നമ്മൾ ലെങ്ത്ത് എടുക്കണം. അതിൽ 1 ഇഞ്ച് എന്ന് പറയണത് സീം അലവൻസ് ആണ്. ബാക്കി 13.5 നമ്മുടെ ബ്ലൗസിൻ്റെ ഫുൾ ലെങ്ത്ത് കേട്ടോ. അപ്പോൾ ഇത്രയും ആദ്യം മാർക്ക് ചെയ്യുക. ഇനി നമ്മളുടെ ഷോൾഡർ 5.5 ഇഞ്ചാണ്. 5.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. ദെൻ താഴേക്ക് ആം ഹോളും 5.5 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്യുക കേട്ടോ. 34 ചെസ്റ്റ് സൈസിൻ്റെ അളവിലാണ് കേട്ടോ ഞാനിപ്പോൾ പറയണത്. 5.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ആ 2 പോയിൻറ്റിനെ തമ്മിലൊന്ന് ജോയിൻ ചെയ്ത് ഒരു ലൈൻ ഇട്ട് കൊടുക്കുക. ദെൻ ഇതുപോലെയും കൂടി ഒരു ലൈൻ ഇടാം കേട്ടോ. ഇനി ഇപ്പം നമ്മൾ മാർക്ക് ചെയ്ത ലൈനിൽ നമ്മുടെ ചെസ്റ്റ് മെഷർമെൻറ്റ് എത്രയാണോ അത് മാർക്ക് ചെയ്യുക. ഞാനിവിടെ 8.5 ഇഞ്ചാണ് കറക്റ്റ് ചെസ്റ്റ്. അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് ലൂസും അതുപോലെ തന്നെ 1.5 ഇഞ്ച് സീം അലവൻസും ആണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇനി താഴെ നമ്മുടെ വേസ്റ്റിൻ്റെ മെഷർമെൻറ്റ് 7.5 ഇഞ്ചും അതുപോലെ തന്നെ 1 ഇഞ്ച് നമുക്ക് ടക്ക് അടിക്കാനായിട്ട് ബാക്കിൽ ആവശ്യമുണ്ട്. അപ്പോൾ ഈ 1 ഇഞ്ചും മാർക്ക് ചെയ്യാം. പിന്നെ 1.5 ഇഞ്ച് നമുക്ക് സീം അലവൻസ് വേണം കേട്ടോ. അപ്പോൾ താഴെ മാർക്ക് ചെയ്തിട്ടുള്ള 7.5 പ്ലസ് 1 ഇഞ്ചില്ലേ, ആ 1 ഇഞ്ചിൻ്റെ പോയിൻറ്റും മുകളിലത്തെ 9 ഇഞ്ചിൻ്റെ പോയിൻറ്റും തമ്മിൽ ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്യാം. അതിന് ശേഷം 1.5 ഇഞ്ച് നമ്മൾ ഇതുപോലെ സീം അലവൻസ് കൊടുക്കുക. എന്നിട്ട് ആ സീം അലവൻസിൻ്റെ പോയിൻറ്റുകൾ തമ്മിലും ഒന്ന് ജോയിൻ ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ആം ഹോള് മാർക്ക് ചെയ്യാം. അപ്പോൾ ആം ഹോള് മാർക്ക് ചെയ്യാനായിട്ട് ഇതുപോലെ 5.5 ഇഞ്ചിൽ വെച്ചിട്ട് നേരെ ഒന്ന് താഴേക്ക് മടക്കുക പകുതിയായിട്ട്. അപ്പോൾ സെൻറ്റർ പോയിൻ്റ് കിട്ടും. ഇനി ആ സെൻറ്റർ പോയിൻറ്റും നമ്മുടെ ചെസ്റ്റിൻ്റെ പോയിൻറ്റും തട്ടത്തക്ക രീതിയിൽ ഇതുപോലെ ഫ്രഞ്ച് കർവ് വെച്ച് കൊടുത്തിട്ട് നമുക്ക് ആം ഹോള് വരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ആം ഹോള് ശരിയാവുമെന്ന് ഡൗട്ടുള്ളവർ അതൊന്ന് അളന്ന് നോക്കിയാൽ മതി. അളന്ന് നോക്കുമ്പോൾ കറക്റ്റ് നമ്മുടെ ആം ഹോളിൻ്റെ പകുതി കിട്ടും കേട്ടോ. ഇനി 2.5 ഇഞ്ചാണ് നെക്ക് വിഡ്ത്ത് എടുക്കുന്നത് കേട്ടോ. 2.5 ഇഞ്ച് ഇവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നെക്കിൻ്റെ ലെങ്ത്ത് ഞാനിവിടെ 8 ഇഞ്ചാണ് എടുക്കണേ. അത് നമുക്ക് ഇങ്ങനെ നേരെ വെച്ചും ക്രോസ് വെച്ചും ഒക്കെ മാർക്ക് ചെയ്യാം കേട്ടോ. ഞാൻ 8 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഇതുപോലൊരു ബോക്സായിട്ട് വരച്ചെടുക്കാം. അപ്പോൾ ബാക്കിലെ നെക്കൊന്ന് നന്നായിട്ടൊന്ന് റൗണ്ട് ഷേപ്പിൽ അങ്ങനെ കുറച്ച് വൈഡായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1/2 ഇഞ്ച് ഇതുപോലെ പുറത്തേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് ഫ്രഞ്ച് കർവ് വെച്ചിട്ട് നല്ലൊരു ഷേപ്പ്, റൗണ്ട് ഷേപ്പ് മാർക്ക് ചെയ്തെടുക്കാം. ഇത് നമ്മൾ പ്രിൻസസ് കട്ട് ചെയ്തപ്പോഴും ഈ ഒരു മെത്തേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അറിയുണ്ടാവും കാണുന്നവർക്ക്. കണ്ടോ? അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്ക് താഴ്ഭാഗത്തേക്ക് ടക്ക് ഇടണമല്ലോ. അപ്പോൾ ആ ടക്കിനുള്ള പോയിൻ്റ് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ആം ഹോള് ഒന്ന് അളന്ന് നോക്കുക, പകുതി എത്ര വരുന്നുണ്ടെന്ന്. എനിക്ക് 8.25 വരുന്നുണ്ട്. ഡബിൾ എടുക്കുമ്പോൾ ആ റൗണ്ട് മൊത്തത്തിൽ നമുക്ക് കറക്റ്റായിട്ട് വരും കേട്ടോ. അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് താഴേക്കോ മുകളിലേക്കോ ആക്കി മാർക്ക് ചെയ്ത് ലെവൽ ചെയ്യണം കേട്ടോ. ഇനി താഴ്ഭാഗത്ത് ഇതുപോലെ 7.5 പകുതി മാർക്ക് ചെയ്ത് കൊടുക്കുക. അവിടെ നിന്ന് മുകളിലേക്കൊരു 3 ഇഞ്ച് മാർക്ക് ചെയ്യാം കേട്ടോ. 2 സൈഡിലേക്കും 1/2 ഇഞ്ചാണ് നമ്മൾ കൊടുക്കുന്നത്. 1 ഇഞ്ചല്ലേ നമ്മൾ വിട്ടിട്ടുണ്ടായിരുന്നത് ടക്ക് അടിക്കാനായിട്ട്. അപ്പോൾ 1/2 ഇഞ്ച് 1/2 ഇഞ്ച് 2 സൈഡിലേക്കും കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയാണ് ബാക്കിലെ പോർഷൻ്റെ മാർക്കിങ്. ഇനി നമുക്കതിനെ കട്ട് ചെയ്തെടുക്കണം. ഞാനത് കട്ട് ചെയ്യുവാണ് കേട്ടോ. ഇതിനു മുൻപ് നമ്മളൊരു പ്രിൻസസ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ട് കുറേ പേര് പ്രിൻസസ് കട്ട് ചെയ്ത് നോക്കി കറക്റ്റായി എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റയിലെങ്കിൽ ഫോട്ടോ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ചൊക്കെ ഞാൻ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഫോട്ടോസ് ഒന്ന് ഷെയർ ചെയ്ത് തരണം കേട്ടോ. അതുപോലെ കുറേ പേര് ക്ലാസ് എഴുതി ഇതൊക്കെ എനിക്ക് അയച്ചു തരാറുണ്ട്.
കാണുമ്പോൾ സന്തോഷമാണ്. കാരണം നമ്മുടെ ക്ലാസ് കണ്ടിട്ട് ഇത്രയൊക്കെ ഡെഡിക്കേറ്റഡ് ആയിട്ട് എഴുതിയെടുത്ത് വരച്ച് ഒക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതാണ് ഈ ക്ലാസ് ഇടാനുള്ളൊരു മോട്ടിവേഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലൊന്ന് ഇങ്ങനെ മടക്കി വെച്ചിട്ടൊന്ന് ഫോൾഡ് ചെയ്താൽ നമ്മളുടെ ആ ഒരു ടക്ക് ഉണ്ടല്ലോ അത് ഇപ്പുറത്തോട്ട് ഇങ്ങനെ ആ ചോക്കിൻ്റെ പാട് വരും. അപ്പം അതിലൊന്ന് വെച്ച് മാർക്ക് ചെയ്തിട്ട് താഴത്തെ സീം അലവൻസിൻ്റെ അറേഞ്ചും കൂടി ഒന്ന് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാം. കുറച്ചും കൂടി ഈസി ആവും നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത്. ഇനി നമുക്ക് ഫ്രണ്ടിലെ പോർഷൻ കട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ ആദ്യം കട്ട് ചെയ്ത ഭാഗം ഞാനൊന്ന് തിരിച്ചു വെച്ചു. എന്നിട്ട് ഇതുപോലെ ഓപ്പൺ വരണം എനിക്ക്, കാരണം നമുക്ക് ഫ്രണ്ടിലേക്ക് പടി വെക്കണമല്ലോ, ഹുക്ക് മൈയൊക്കെ വെക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഓപ്പൺ അങ്ങനെ കൊടുത്തിട്ട് ഒരു അര ഇഞ്ച് നമ്മൾ ആ പടി സ്റ്റിച്ച് ചെയ്യുന്ന ആ ഒരു സ്പേസ് ഉണ്ടല്ലോ, ആ അര ഇഞ്ച് ഞാൻ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് കറക്റ്റ് ആ ഒരു ഇതിൽ ലെവലിൽ വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ ആം ഹോളിൻ്റെ ഭാഗവും ഷോൾഡറും നെക്കിൻ്റെ വിഡ്ത്തിൻ്റെ പോയിൻ്റ് അതൊക്കെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് അതിനെ തമ്മിലൊക്കെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കുക കേട്ടോ. ഫ്രണ്ടിലേക്ക് വരുമ്പോൾ നമുക്ക് ആം ഹോളിൻ്റെ അവിടെ ഒന്ന് കുഴിച്ച് കട്ട് ചെയ്യാനുണ്ട്. അപ്പം അതുകൊണ്ട് ഇതുപോലെയൊക്കെ തന്നെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക, ഒന്ന് ട്രേസ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ അരയിഞ്ച് നമ്മളവിടെ മുകളിൽ ഉണ്ടായിരുന്നു, ആ അരയിഞ്ചും കൂടി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ആദ്യം ചെയ്ത പോലെ തന്നെ ഈ 5.5 പകുതി കണ്ടിട്ട് പുറത്തേക്ക് ഒരു അരയിഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്രഞ്ച് കർവ് വെച്ചിട്ട് ആം ഹോളിൻ്റെ ഷേപ്പ് ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും ഇതുപോലെ ചെയ്തതുകൊണ്ട് ആർക്കും അങ്ങനെ ഡൗട്ട് ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം കേട്ടോ. ഞാനപ്പോൾ അതിനെ തമ്മിലൊന്ന് ഇതുപോലെ ജോയിൻ ചെയ്തിട്ട് ആ ഒരു ഷേപ്പ് ആക്കി കൊടുത്തിട്ടുണ്ട്, കണ്ടോ? ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് താഴേക്ക് ഒരു 6.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇത് നമ്മുടെ ഫ്രണ്ടിലെ നെക്ക് ലെങ്ത് ആണ് കേട്ടോ. 6 ഇഞ്ചോ 6.5 ഇഞ്ചോ കൊടുക്കുക. എന്നിട്ട് ഒരു ബോക്സ് പോലെ ആക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ് കൊടുക്കുക. ഞാനിപ്പോൾ റൗണ്ട് ഷേപ്പിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് മുകളിൽ നിന്ന് ഒരു 9.5 ഇഞ്ചും ഒരു 12 ഇഞ്ചും മാർക്ക് ചെയ്ത് കൊടുക്കുക. അത് നമ്മുടെ ടക്ക് ഇടാൻ വേണ്ടിയിട്ടുള്ള പോയിൻറ്റുകളാണ്. ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അണ്ടർ ബസ്റ്റും അതുപോലെ തന്നെ ബസ് പോയിൻറ്റും ആണ് കേട്ടോ. ഇനി നമുക്ക് 3.5 ഇഞ്ചിൽ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. നമ്മുടെ 2 ബസ്റ്റ് പോയിൻറ്റുകളും തമ്മിലുള്ളൊരു അകലാണത്. ഇനി നമുക്ക് 2 സൈഡിലേക്കും ഓരോ ഇഞ്ച് വീതം മാർക്ക് ചെയ്തിട്ട് ഇതേപോലൊരു ടക്ക് വരച്ചു കൊടുക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ താഴ്ഭാഗത്ത് വരുന്ന ടക്ക്, അത് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് താഴത്തെ 7.5 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യണ്ടേ, അപ്പോൾ ടക്ക് വിട്ടിട്ട് 7.5 ഇഞ്ച് കിട്ടണം. മനസ്സിലായി? അപ്പോൾ ആദ്യം ടക്കിൻ്റെ 2.5 ഞാൻ എടുത്തു, പിന്നെ അപ്പുറത്തുനിന്ന് 2.5 തൊട്ട് വീണ്ടും 7.5 ഇഞ്ച് എടുത്തു, പിന്നെ 1.5 ഇഞ്ച് സീം അലവൻസ് എടുത്തു കേട്ടോ. ടക്ക് കൂടാതെ നമുക്ക് 7.5 പ്ലസ് 1.5 ഇഞ്ച് സീം അലവൻസ് അങ്ങനെ വേണം താഴ്ഭാഗത്ത് എടുക്കാൻ. ടക്ക് അടിച്ചു പോലോ. ഓക്കെ, 2.5 ഇഞ്ച് ടക്കിൻ്റെയാണ് കിടക്കുന്നത്, 2 ഇഞ്ച്. ഇനി ഈ സൈഡിൽ മുകൾ ഭാഗത്ത് ഒരു ഇഞ്ചും അപ്പുറത്തെ സൈഡിൽ 1.5 ഇഞ്ചും കൊടുത്തിട്ട് നമുക്ക് ആ ഒരു താഴത്തെ ഷേപ്പ് വരച്ചെടുക്കണം. അപ്പോൾ കൈവച്ച് വരയ്ക്കുക, അല്ലെങ്കിൽ ഇതുപോലെ ഫ്രഞ്ച് കർവിൻ്റെ ഈ ഒരു ഷേപ്പ് ഉണ്ടല്ലോ അത് വെച്ചിട്ടൊന്നിങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ. കണ്ടോ? ഇതുപോലെ ഒന്ന് തിരിച്ച് വെച്ചിട്ട് ആ ഒരു ഭാഗത്തെ ഷേപ്പ് നമുക്ക് താഴെ പട്ട വെച്ച് കൊടുക്കണമല്ലോ, അപ്പോൾ അതിന് ആ ഒരു ഷേപ്പ് ഇതുപോലെ ഒന്ന് കറക്റ്റ് മാർക്ക് ചെയ്തിട്ട് എടുക്കാം. ഇനി 1/2 ഇഞ്ച് വേണം. എന്തിനാണെന്ന് വെച്ചാൽ നമുക്കിത് പട്ടയായിട്ട് യോജിപ്പിക്കാൻ വേണ്ടിയിട്ട് അവിടെ തയ്യൽ തുമ്പ് വേണം 1/2 ഇഞ്ച്. അപ്പോൾ 1/2 ഇഞ്ചും കൂടി ഞാൻ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേറെ 2 ടക്കും കൂടി ഇടാനുണ്ട്, പക്ഷെ അതെൻ്റെ നിന്ന് റെക്കോർഡായില്ല കേട്ടോ, മിസ്സായിപ്പോയി. അപ്പോൾ ഈ ഒരു 2 ടക്കാണ് ബാക്കിയുള്ളത്. നമുക്ക് ആം ഹോളിൻ്റെ അവിടുത്തെ ടക്ക് ഇടാനായിട്ട് നമ്മൾ ആദ്യം ഒരു ടക്ക് ഇട്ടുണ്ടായിരുന്നില്ലേ, അതിൻ്റെ ഓപ്പൺ വരുന്ന സൈഡിലുള്ള ആ ഒരു ലൈനിൻ്റെ 1/2 ഇഞ്ച് ഇപ്പുറത്തോട്ട് മാറ്റിയിട്ട് നേരെ ഒന്ന് സ്കെയിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ടക്ക് ഇടാൻ പറ്റും. അപ്പോൾ ഞാൻ ഈ ഒരു പീസിൽ കാണിച്ചു തരാം. ആദ്യം തന്നെ സ്ട്രെയിറ്റ് ഒരു ലൈൻ കൊടുക്കുക, പിന്നെ ഇപ്പുറത്തോട്ടും നമ്മൾ ആദ്യം വരച്ച ലൈനാണ് ടക്കാണ്, അത് കോപ്പി ചെയ്താണ്. ഇപ്പോൾ ലാസ്റ്റ് വരച്ച ലൈനും വന്ന് ഒരു 1/2 ഇഞ്ച് ഇങ്ങോട്ട് മാറ്റിയിട്ട് സ്കെയിൽ ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ടക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ 2 ടക്കുകൾ തമ്മിലുള്ള അകലം 1.5 ഇഞ്ചാണ്. അതുപോലെ ഈ ഇപ്പോൾ വരയ്ക്കുന്ന ടക്കുകൾ തമ്മിലുള്ള അകലം 1 ഇഞ്ചാണ് കേട്ടോ. അപ്പോൾ ഇത് കാണാനായിട്ട് നമ്മുടെ നെക്കിൻ്റെ താഴത്തുനിന്ന് ഇതിൻ്റെ ആ ഒരു താഴ്ഭാഗം വരെയില്ലേ,
അതിൻ്റെ ആ ലെങ്ത്ത് അളന്നിട്ട് അതിൻ്റെ സെൻറ്റർ കണ്ടാൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് ആ ടക്ക് വരയ്ക്കേണ്ട പോയിൻ്റ് കിട്ടും. ഡൗട്ട് ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ഞാൻ എൻ്റെ തിയറി പോർഷൻ മാത്രമായിട്ട് അടുത്ത ദിവസം ഒരു വീഡിയോ ചെയ്യാം കേട്ടോ. റെക്കോർഡായില്ല, അത് കാരണമായിരുന്നു. ഇനി നമ്മൾ ചെയ്യണത് ബാലൻസ് വന്നിട്ടുള്ള പീസിൽ നിന്ന് നമ്മൾ പട്ട കട്ട് ചെയ്യാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ഷേപ്പിൽ നിന്ന് തന്നെയാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. 1/2 ഇഞ്ച് ആദ്യം സീം അലവൻസ് വിട്ടു, അവിടെ നിന്ന് 2.5 ഇഞ്ച് അളന്നിട്ട് അവിടെയാണ് നമ്മളൊരു ലൈൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. കാരണം 2.5 ഇഞ്ച് നമുക്ക് അടിച്ച് കഴിയുമ്പോൾ കിട്ടണം. അപ്പോൾ 1 ഇഞ്ച് നമ്മൾ സീം അലവൻസ് മുകളിലും താഴെയും 1/2 ഇഞ്ച് പോകാൻ വേണ്ടിയിട്ട് സീം അലവൻസ് കൊടുക്കണം. ഇനി നമുക്കിതൊന്ന് അളന്ന് നോക്കണം, എത്രയാണ് ടക്ക് ഇല്ലാതെ എത്രയാണ് ഇതിൻ്റെ അളവെന്ന് നോക്കണം. ഇപ്പോൾ 8 ഇഞ്ചാണ് അളന്ന് നോക്കി ഞാൻ. കാരണം നമ്മളവിടെ 1 ഇഞ്ച് ടക്കിന് വേണ്ടി കൊടുത്തിട്ടുണ്ട്, അല്ല 2 ഇഞ്ച് ടക്കിന് വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. ബാക്കി എത്രയുണ്ട് എന്നുള്ളതാണ് അളന്ന് നോക്കിയത്. അതേ അളവ് നമ്മൾ ഇതുപോലെ ഇവിടെ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്യാണ്. 8.25 കേട്ടോ. 1/2 ഇഞ്ച് ഞാൻ അവിടെ സൈഡിൽ വിട്ടിട്ടുണ്ട്. താഴെ നമ്മൾ ഈ 7.5 എന്ന് പറഞ്ഞാൽ നമ്മുടെ വേസ്റ്റ് റൗണ്ടിൻ്റെ അളവാണ്. അതും മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ലൈൻ ഇട്ട് കൊടുക്കുക. 1.5 ഇഞ്ച് നമ്മൾ സീം അലവൻസ് ഇട്ടിട്ടുണ്ട് ബ്ലൗസിന്. അപ്പോൾ 1.5 ഇഞ്ച് നമ്മൾ ഇവിടെയും മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക. ഇനി നമുക്കിതിനെ കട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ 1/2 ഇഞ്ച് നമുക്ക് താഴ്ഭാഗം അടിക്കാൻ വേണം. ആദ്യം ഞാൻ മാർക്ക് ചെയ്ത 2.5 ഇഞ്ച് കുറഞ്ഞു പോയതുകൊണ്ടാണ് കേട്ടോ അവിടെ 2 ലൈൻ താഴെ വന്നിട്ടുള്ളത്. ആദ്യത്തെ 2 ഇഞ്ചിൻ്റെ ലൈനും പിന്നത്തെ 2.5യുടെ ലൈനുമാണ്. അപ്പോൾ ഇതുപോലൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുക. മുകളിലും താഴെയും 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് ഇടുക. പിന്നെ അടിച്ച് കഴിയുമ്പോൾ 2.5 ഇഞ്ച് നമുക്ക് കറക്റ്റ് കിട്ടണം. ഓക്കെ, അതാണ് അളവ് കേട്ടോ. അപ്പോൾ ഇത് 2 പീസേ ഉള്ളൂ. നമുക്കിതുപോലത്തെ 2 പീസും കൂടിയും കട്ട് ചെയ്തെടുക്കാനുണ്ട്. ബാക്കി തുണി നോക്കിയിട്ട് വേണം നമുക്കത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിനി സ്ലീവ് ആദ്യം കട്ട് ചെയ്യാം, എന്നിട്ട് ബാലൻസ് തുണിയിൽ നിന്ന് നമുക്ക് ആ പീസ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ 4ആയിട്ട് ഫോൾഡ് ചെയ്തിട്ട് സ്ലീവ് ലെങ്ത്ത് 5 ഇഞ്ചും 1 ഇഞ്ച് സീം അലവൻസ് 1/2 ഇഞ്ച് ഷോൾഡർ അടിക്കാനായിട്ട് അങ്ങനെയാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ഇതുപോലെ ഒരു ലൈൻ ഇട്ട് കൊടുക്കുക. സ്ലീവ് ഓപ്പൺ 6 ഇഞ്ച് 1.5 ഇഞ്ച് സീം അലവൻസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഇതുപോലെ 3.5 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്തിട്ട് ഒരു ലൈൻ ഇട്ട് കൊടുക്കുക. ലൈൻ വേണമെന്നില്ല, ഇട്ടുന്നേ ഉള്ളൂ. ഇനി ആ 3.5 ഇഞ്ചിൻ്റെ ലൈനിൽ നമ്മൾ 7.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതാ ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക കേട്ടോ. ഓക്കെ, മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ തമ്മിലൊന്ന് ജോയിൻ ചെയ്തെടുക്കാം. ജോയിൻ ചെയ്തിട്ട് ഇതുപോലെ വെച്ചിട്ട് ഒന്ന് പകുതി അയക്കുക. സെൻറ്റർ കാണാം. സെൻറ്റർ കണ്ടിട്ട് നമുക്ക് ആ ഷേപ്പ്, സ്ലീവിൻ്റെ ഷേപ്പ് വരച്ചെടുക്കണം. ഫ്രഞ്ച് കർവ് വെച്ച് വരയ്ക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലാതെയും വരയ്ക്കുക കേട്ടോ. ഏതാണോ ഈസി അതുപോലെ ചെയ്തെടുക്കാം. നമ്മളിതാ ഇതേപോലെ വരച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ സ്ലീവിൻ്റെ പരിപാടി ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. സ്ലീവൊക്കെ നമ്മൾ ഹെമ്മിങ്ങാണ് ചെയ്യുക. സമയമില്ലാത്തതുകൊണ്ട് ഞാനത് ഒരു സ്റ്റിച്ച് മടക്കി തയ്ച്ച് കാണിക്കുന്നുണ്ട്. പിന്നെ ഹെമ്മിങ് പിന്നെ ചെയ്യണം, അങ്ങനെയാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഞാനിത് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് കേട്ടോ. സ്ലീവ് ഇപ്പോൾ 2 ഒരുമിച്ചായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. നമുക്കിതിനെ സെപ്പറേറ്റ് ചെയ്യണം. അതേപോലെ തന്നെ ഫ്രണ്ടിലേക്കുള്ള ഭാഗം നമുക്കൊന്ന് കുഴിച്ച് കട്ട് ചെയ്ത് കൂടി കൊടുക്കാനുണ്ട് കേട്ടോ. ഇനി നമുക്കിതിനൊന്ന് കുഴിച്ച് കട്ട് ചെയ്യാം. അപ്പോൾ ഒന്ന് ഒരു 1/2 ഇഞ്ചിൽ ആ ഒരു ഷേപ്പിലൊന്ന് വരച്ചെടുക്കണം. ഇതുപോലെ ഒന്ന് വരച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മുടെ സ്ലീവിൻ്റെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. 2 പീസ് ഉണ്ട് കേട്ടോ. ഇവിടെ സീം അലവൻസ് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തേക്കുന്നതാണ്. 1.25 ഇഞ്ച് നമ്മൾ സീം അലവൻസ് ഇട്ടിരുന്നല്ലോ, അതാണ്. ഇനി ബാലൻസ് ഉള്ള പീസിൽ നിന്ന് ഇതുപോലെ 2 ഇഞ്ചും കൂടി നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഒരു സൈഡിലേക്ക് നമുക്ക് 2 പീസ് വേണം. ടോട്ടൽ 4 പീസ് വേണം. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത്. തുണി തികയുന്നില്ലെങ്കിൽ നിങ്ങൾ വേറെ ഏതെങ്കിലും പീസ് വെച്ച് വേണം ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ, ഉള്ളിലേക്ക് പോകുമല്ലോ, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ 4 പീസായിട്ടുണ്ട്. ഇനി നമുക്ക് നെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ക്രോസ് പീസ് വേണം. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ക്രോസ് പീസാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ സ്റ്റിച്ചിങ്ങിലേക്ക് പോവാം. ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് ടക്കുകൾ അടിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മളുടെ ഫ്രണ്ടിലത്തെ ടക്കാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്.
ഈ 3 ടക്കും നമുക്ക് ഇതുപോലെ സെൻറ്റർ ഇങ്ങനെ പിടിച്ചിട്ട് കറക്റ്റ് ലെവൽ ചെയ്ത് പിടിക്കുക. എന്നിട്ട് നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു ലൈനിൽ കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ. 2 സ്റ്റിച്ച് ഇടുമ്പോൾ ആ ഇട്ട സ്റ്റിച്ചിന് മുകളിൽ കൂടി ഇടാണ്ട് കുറച്ച് ഉള്ളിലേക്കായിട്ട് ഇടുക. ഫസ്റ്റത്തെ സ്റ്റിച്ച് ഇതാണ് നമ്മൾ ആദ്യം ഇടുക, ആ സ്റ്റിച്ച് ആദ്യം ഇടുക. അതിന് ശേഷം നമുക്കിനി അടുത്ത സ്റ്റിച്ച് ഇടാം. ഈ ഒരു സൈഡിലെ സ്റ്റിച്ചാണ് നമ്മൾ ഇടുന്നത്. അത് കഴിഞ്ഞിട്ട് ആം ഹോളിൻ്റെ അടുത്ത സ്റ്റിച്ച് ഇടാം കേട്ടോ. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ രണ്ടിൻ്റെയും ടക്സ് നമുക്ക് ഇട്ടെടുക്കണം. ഞാനങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും യൂട്യൂബിൽ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കാണും കേട്ടോ, സിനിമയോ പാട്ടോ എന്തെങ്കിലും ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ ചില സമയത്ത് ഇങ്ങനെ മോട്ടിവേഷനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ. അങ്ങനെ സൈലൻ്റ് ആയിട്ടിരുന്ന് ചെയ്യാൻ എനിക്കിഷ്ടമില്ല. അതുകൊണ്ടാണ് അപ്പുറത്ത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഫോണിൻ്റെ അതിലേക്ക് എൻ്റെ കൈ പോകുന്നത്. അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും മാറ്റിക്കൊണ്ടിരിക്കും, അല്ലെങ്കിൽ പാട്ട് വെച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെ എന്തെങ്കിലും കഴിക്കാനും കൊണ്ടുപോയിക്കും കേട്ടോ, വെള്ളം ഒക്കെ. എനിക്കിങ്ങനെ ഇടയ്ക്ക് എന്തെങ്കിലും ചെയ്യണം, അല്ലെങ്കിൽ ബോറടിക്കും. അതാണ് പാട്ടൊക്കെ കേട്ട് ചെയ്യുകയാണെങ്കിൽ വലിയ ബോറടിയില്ലാണ്ട് അങ്ങോട്ട് പോവും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും ചെയ്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് അടുത്തതും കൂടി ചെയ്യാം കേട്ടോ. ഇതിൻ്റെ ഇടയിൽ നമ്മൾ നെക്ക് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ഫ്രണ്ടിലത്തെ മാർക്ക് ചെയ്ത് പോന്നു, കട്ട് ചെയ്യാൻ മറന്നു. അപ്പോൾ ഞാനത് ഇപ്പോഴാണ് കട്ട് ചെയ്യുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഷോൾഡറൊക്കെ അറ്റാച്ച് ചെയ്യണമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുക. യെസ്, കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പീസ് ജോയിൻ ചെയ്യാം കേട്ടോ. ഓക്കെ, ഞാനങ്ങനെ ഡീറ്റെയിൽഡായിട്ട് കാണിക്കണില്ല, സ്പീഡായിട്ട് 3 എണ്ണം ചെയ്യാണ്. കാരണം ഒരെണ്ണം കാണിച്ചല്ലോ, സമയം കുറേ പോവും, അതാ. ഓക്കെ, കഴിഞ്ഞു കേട്ടോ. യെസ്, അപ്പോൾ നമ്മൾ അതും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് പോർഷനിലും കൂടിയിട്ട് ടക്ക് ഇടാനുണ്ട്. 2 എണ്ണേ ഉള്ളൂ, ബാക്കിൽ കുഞ്ഞിയ ടക്കാണ്. അപ്പോൾ നമുക്ക് അതും കൂടി ഇടാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു സമ്മർ സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. 7 ദിവസം ചെയ്യാമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്, 7 ഔട്ട്ഫിറ്റ്. ഒരു വീക്ക് നമുക്കിപ്പോൾ ഓഫീസ് വെയർ ആയിട്ടോ അല്ലെങ്കിൽ ഡെയിലി വെയർ ആയിട്ടോ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യാനായിട്ട് ഒരു 1 വീക്ക് ആയിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനുള്ള മെറ്റീരിയലൊക്കെ ഞാൻ എടുത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരെണ്ണം നമ്മൾ ചെയ്തു. ഇപ്പോൾ നല്ലൊരു റെസ്പോൺസ് ആ ഒരു വീഡിയോയ്ക്ക് ഉണ്ടായിരുന്നു. കുറേ നല്ല ലൈക്കും കമൻറ്റും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. വലിയ കാര്യമായിട്ടല്ല കേട്ടോ, എന്നാലും നമ്മളുടെ ഒരു ഓഡിയൻസിനെ വെച്ച് നോക്കുമ്പോൾ നല്ലൊരു റെസ്പോൺസ് ഉണ്ടായിരുന്നു. പിന്നെ ബാക്കിയുള്ള ഔട്ട്ഫിറ്റ്സിനും അതുപോലെ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം കേട്ടോ. പിന്നെ നമ്മുടെ ക്ലാസ്, ബിഗിനേഴ്സിൻ്റെ ക്ലാസ് ഇപ്പോൾ ഈ ഒരു വീഡിയോയോടുകൂടി ഞാൻ സ്റ്റോപ്പ് ചെയ്യണം എന്നാണ് വിചാരിക്കണേ. കാരണം എന്താ, ഭയങ്കര ശോകമാണ്. കാരണം ഞാൻ കുറേ എഫേർട്ട് എടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു ക്ലാസ് കണ്ടിന്യൂ ചെയ്യണേ. പക്ഷെ അതിനുള്ളൊരു ഒരു സംഭവമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു തൽക്കാലം ഇപ്പോൾ നമുക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ ആയല്ലോ, നമ്മളൊരു ബിഗിനേഴ്സ് ലെവലിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഒരു സാരി ബ്ലൗസ് വരെയൊക്കെ ആയല്ലോ. അപ്പോൾ ഇനി നമുക്ക് ക്ലാസ് ആയിട്ട് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ നമുക്കിനി ഓരോ ലെഹങ്കയോ ഫ്രോക്കൊക്കെ നമുക്ക് ഓരോ ഔട്ട്ഫിറ്റായിട്ട് അങ്ങനെ ചെയ്യാം കേട്ടോ. ഇപ്പോൾ നമ്മൾ താഴത്തെ പട്ടയാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ രണ്ടിൻ്റെയും നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ. അപ്പോഴാണ് ഇതിനിങ്ങനെ നിവർത്തുമ്പോൾ കണ്ടോ, ചീത്തവശം ഉള്ളിലേക്ക് പോയിട്ട് മാർക്ക് ചെയ്ത ഭാഗക്കുള്ളിലേക്ക് പോയിട്ട് ഫ്രണ്ടിലേക്ക് രണ്ടിൻ്റെയും നല്ല വശം വരിക കേട്ടോ. കണ്ടോ, അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് ചെയ്തെടുക്കേണ്ടത്. ഒത്തിരി കട്ടിക്ക് നിൽക്കണം, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ 2 പീസ് വെച്ചേക്കണേ. 3 പീസ് വയ്ക്കണമെങ്കിൽ വെച്ചോട്ടാ, കുഴപ്പമില്ല. അപ്പോൾ കുറച്ചും കൂടി ഒരു ബലം ഉണ്ടാവും പട്ടയുടെ അവിടെ, അത്രയേ ഉള്ളൂ. ലൈനിങ് ഉള്ള ബ്ലൗസ് ആണെങ്കിൽ ഇതിനിപ്പോൾ 3 പീസ് വരും കേട്ടോ. അതായത് ലൈനിങ് പീസും കൂടിയും വരും നടുക്കിൽ, അപ്പോൾ കുറച്ചും കൂടി ഒരു ബലം ഉണ്ടാവും. ലൈനിങ് ബ്ലൗസ് ആണെങ്കിലും നിങ്ങൾ ഇതേ ഒരു മെത്തേഡിൽ തന്നെ ചെയ്താൽ മതി. നമ്മളിപ്പോൾ കട്ട് ചെയ്തില്ലേ, അതേപോലെ ലൈനിങ്ങും കൂടി കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഒപ്പം ഒന്ന് ജോയിൻ ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ ഒരെണ്ണം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് അടുത്തതും കൂടി ചെയ്യാം. നമ്മുടെ ഈ ഒരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം കുറേ നല്ല റെസ്പോൺസ് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. കുറേ പേര് പഠിക്കുന്നവരുണ്ട്, കുറേ പേര് ഈ ഒരു ക്ലാസ് കണ്ടു തുടങ്ങിയതിന് ശേഷം മെഷീനൊക്കെ മേടിച്ചവരുണ്ട്, കുറേ പേര് അയച്ചു തരുന്നുണ്ട്. അതൊക്കെ കാണുമ്പോൾ എനിക്ക് ഇട്ടൊരു എഫേർട്ടിനുള്ള റിസൾട്ട് ഉണ്ടെന്ന് എപ്പോഴും തോന്നാറുണ്ട്.
ഞാൻ കുറേ സ്റ്റോറി ഇടാറുണ്ട്, എനിക്ക് അയച്ചു തരുന്നവരുടെ ഫോട്ടോസ്, ക്ലാസ് അയച്ചു തരാറുണ്ട്, നോട്ട്സ് എഴുതിയത് അയച്ചു തരാറുണ്ട്, അവർ ചെയ്ത ഡ്രസ്സിൻ്റെ ഫോട്ടോസ് അയച്ചു തരാറുണ്ട്, കുറേ പേര് ഡൗട്ട്സ് ചോദിക്കാറുണ്ട്. ഇൻസ്റ്റ ഉള്ളതുകൊണ്ടും കൂടുതൽ കുറച്ച് കണക്ഷൻ ഉണ്ട് എല്ലാവരുമായിട്ടും. യൂട്യൂബിൽ കമൻ്റ് ഇടാനാണ് എല്ലാവർക്കും മടി, മെസ്സേജ് അയക്കാൻ എല്ലാവർക്കും കുഴപ്പമില്ല, മെസ്സേജ് അയച്ച് ചോദിക്കാനൊക്കെ കുറച്ചും കൂടി എല്ലാവർക്കും കംഫർട്ടബിൾ. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഈ ഒരു ക്ലാസ് നല്ല ഒരുപാട് പേർക്ക് യൂസ്ഫുള്ളായിട്ടുണ്ട്. കുറേ പേര് പുതുതായിട്ട് നമ്മുടെ വീഡിയോസൊക്കെ കണ്ടു തുടങ്ങിയത് ഈ ഒരു ക്ലാസ്സൊക്കെ അതിന് ശേഷമാണ് കേട്ടോ. ക്ലാസ് ഇനിയും കണ്ടു തുടങ്ങുന്നവരൊക്കെയാണ്, ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആണെങ്കിൽ ആദ്യം തൊട്ട് ക്ലാസ് കണ്ടാൽ നിങ്ങൾക്ക് യൂസ്ഫുള്ളാവും എന്തായാലും. ഓക്കെ, അപ്പോൾ നമ്മളിനി ആ ഒരു പട്ടയായിട്ട് ഇതിനെ ജോയിൻ ചെയ്യാൻ പോവാണ്. നമ്മുടെ ആ ഒരു ടക്കൊക്കെ ഇട്ട് വെച്ച പീസിനെ അത് നിങ്ങൾ നല്ല വശവും ജോയിൻ ചെയ്തിട്ട് നമ്മൾ ഇട്ട 1/2 ഇഞ്ചിൻ്റെ ആ ഒരു സീം അലവൻസ് ഉണ്ടല്ലോ അതിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്താൽ മതി. കുറച്ചൊരു അതിനെങ്ങനെ ആ ഒരു ഷേപ്പിൽ പിടിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവും സ്റ്റാർട്ടിങ്ങിൽ, പിന്നെ കുഴപ്പമില്ല, അതിനെ പതുക്കെ ചെയ്താൽ മതി കേട്ടോ, അല്ലെങ്കിൽ അതിങ്ങനെ കയറിപ്പോവും അതുമേ. ബ്ലൗസ് സംഭവം ഈസി ആണെങ്കിലും എപ്പോഴും തെറ്റുന്നതാണ് ഈ ഒരു ബ്ലൗസ് ചെയ്യുമ്പോൾ. എങ്ങനെയാണെന്ന് അറിയില്ല, എങ്ങനെയെങ്കിലുമൊക്കെ തെറ്റും, അതങ്ങനെയാണ്. പ്രിൻസസ് കട്ടിനൊന്നും ഒരു പ്രശ്നമില്ല, പക്ഷേ ഈ ഒരു ബ്ലൗസ് ചെയ്യുമ്പോൾ എവിടെയാണ് തെറ്റെന്ന് എനിക്ക് ആദ്യം അറിയണ്ടായിരുന്നില്ല. പിന്നെ ഇപ്പോൾ ചെയ്ത് അത്യാവശ്യം ഒരു ലെവലിലേക്കായി. ഇപ്പോൾ 2 ഭാഗത്തും പട്ട വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്യാം കേട്ടോ. അപ്പോൾ ഒരു കാര്യം പറയാം, നമ്മുടെ ക്ലാസ് കാണുന്നവർക്കൊക്കെ കുറേയൊക്കെ സ്റ്റാർട്ടിങ്ങിൽ മിസ്റ്റേക്കാണ്. അപ്പോൾ എല്ലാവർക്കും ചെയ്തിട്ട് ശരിയാവുന്നില്ല എന്നുള്ള വിഷമമാണ്. അതെല്ലാവർക്കും അങ്ങനെ തന്നെയാണ്, ഞാനും എല്ലാവരും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ എത്ര പഠിച്ചു എന്ന് പറഞ്ഞാലും ചില സമയത്ത് നമ്മൾ എത്ര അറിയുന്ന ഒരു സംഭവമായാലും ചിലപ്പോൾ തയ്ച്ച് ശരിയാവില്ല, ചിലപ്പോൾ കട്ട് ചെയ്യുമ്പോൾ തെറ്റും. അതൊക്കെ എല്ലാവർക്കും ഉള്ളത്. അത് വെച്ചിട്ട് ചെയ്യാണ്ടിരിക്കുക. ഒട്ടും 2-3 വട്ടം ട്രൈ ചെയ്തിട്ടും ശരിയാവണില്ല എന്ന് മെസ്സേജ് അയക്കുന്ന കുറേ പേരുണ്ട്. അതുകൊണ്ട് ഞാൻ പറയണേ, അത് ചെയ്ത് ആവണതാണ്. അപ്പോൾ എൻ്റെ ബ്ലൗസൊക്കെ എന്തോരം തെറ്റിയാണെന്നറിയോ. ഞാൻ ബ്ലൗസിൻ്റെ ഓൾമോസ്റ്റ് ശരിയായി, ഇപ്പോഴും ഞാൻ ഫുൾ ശരിയായെന്ന് പറയില്ല, ഓൾമോസ്റ്റ് ശരിയായിട്ടുള്ളത് കുറേ പണിതിട്ടാണ്. ബ്ലൗസ് അടിക്കാൻ വന്നാൽ എനിക്ക് പാക ടെൻഷനാണ്. സത്യം പറഞ്ഞാൽ സമാധാനം പോലും ഉണ്ടാവില്ല ബ്ലൗസ് അടിക്കാൻ മേടിച്ച് കഴിഞ്ഞാൽ. നോർമൽ ബ്ലൗസ് കേട്ടോ, പ്രിൻസസ് കട്ട്, ക്രോപ്പ് ടോപ്പ് അങ്ങനത്തെ സാധനങ്ങൾക്കൊന്നും എനിക്ക് പ്രശ്നമില്ല. ഈ സാരി ബ്ലൗസ് ഉണ്ടല്ലോ ഈ ഫ്രണ്ടിലേക്ക് ടക്ക് വരുന്നത്, എനിക്ക് ഭയങ്കര പ്രശ്നമാണ്. ഞാൻ അധികം എടുക്കാറന്നില്ല സത്യം പറഞ്ഞാൽ. വീട്ടിലേക്കുള്ളത് അമ്മയുടെയൊക്കെ ചെയ്യുന്നല്ലാണ്ട് പുറത്തുനിന്നുള്ളത് എടുക്കാൻ എനിക്ക് ഭയങ്കര ടെൻഷനാണ്. പിന്നെ അത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് അവരിട്ട് ഓക്കെ ആണെന്ന് അറിയണ വരെ നമ്മൾ ഇങ്ങനെ ആദ്യം പിടിച്ചിരിക്കണം. അത് കാരണം ഞാനിപ്പോൾ മൊത്തത്തിൽ ഞാൻ ഇപ്പോൾ എടുക്കലൊക്കെ നിർത്തി. ഇതിന് വേണ്ടി വീഡിയോ എടുക്കുന്നതുകൊണ്ടൊന്നും എനിക്ക് പറ്റാറില്ല എടുക്കാനായിട്ട്. ബ്ലൗസ് ഞാൻ തീരെ എടുക്കാറില്ല, ഒരു പേടിയാണ് ബ്ലൗസ്, എന്താണെന്നറിയില്ല, എല്ലാവർക്കും അങ്ങനെയാണ്, നിങ്ങൾക്ക് മാത്രമല്ല എനിക്കും അങ്ങനെ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ബ്ലൗസിന് കുറേ പേർക്ക് പേടിയുണ്ട്, അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. സ്ലീവ് അറ്റാച്ച് ചെയ്യുന്ന കേസൊക്കെ പഠിപ്പിച്ച് നമ്മൾ തറായ കാര്യങ്ങളാണ്. അപ്പോൾ പഠിച്ചവർ ആ ഒരു രീതിക്ക് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സ്ലീവിൻ്റെ സെൻറ്ററും അതുപോലെ തന്നെ നമ്മുടെ ഷോൾഡറിൻ്റെ സെൻറ്റർ പോയിൻറ്റും വെച്ചിട്ട് 2 സൈഡിലേക്കായിട്ടാണ് നമ്മൾ ജോയിൻ ചെയ്തിട്ടുള്ളത് കേട്ടോ. ഈ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നമ്മുടെ ബിഗിനേഴ്സ് ലെവൽ ക്ലാസ്സസ് 1-2 കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഓക്കെയാണ്, പഠിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ആദ്യം തൊട്ട് കണ്ട് പഠിക്കുകയാണെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുള്ളാവും, ഞാൻ അത് ഉറപ്പ് പറയുന്നു. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ 2 സ്ലീവും അറ്റാച്ച് ചെയ്യുകയാണ് കേട്ടോ. രണ്ടിടത്തതുപോലെ ചെയ്തെടുക്കുക. യെസ്, കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് ഭാഗത്ത് ഒരു പട്ട വയ്ക്കണം. ഫ്രണ്ടിൽ നമ്മൾ പട്ട വെച്ച് ഇത്തിരി ബലം കൊടുത്തില്ലേ, അതേപോലെ തന്നെ ബാക്കിലും കൊടുക്കണം. അതിനാണ് നമ്മളവിടെ അരയിഞ്ച് സീം അലവൻസ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ അരയിഞ്ചിൻ്റെ മാർക്കിങ്ങിൽ ഇതുപോലെ ഒരു 3 ഇഞ്ച് വീതിയിൽ ആ സെയിം നീളത്തിലുള്ള ഒരു പീസ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വരിക. നല്ല വശത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് ഉള്ളിലേക്ക് മടക്കി വെക്കാനായിട്ട് പറ്റും. ഓക്കേ, നമുക്കിതിനെ ഉള്ളിലേക്ക് മടക്കിയിട്ട് ഹെം ചെയ്ത് കൊടുക്കണം. അപ്പോൾ എനിക്ക് ഇപ്പോൾ ഹെം ചെയ്താൽ നിങ്ങളെ കാണിക്കാൻ പറ്റില്ല, ഞാൻ പിന്നെ ചെയ്യാമെന്ന് വിചാരിച്ച് വെക്കും. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാനിവിടെ സ്റ്റിച്ച് ചെയ്ത് പോവുകയാണ്. ഇനി ഈ സ്റ്റിച്ച് അഴിച്ചിട്ട് വേണം സമയമുള്ളപ്പോൾ ഹെമ്മിങ് ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ചെയ്യുമ്പോൾ സ്റ്റിച്ച് ചെയ്യരുത്, അല്ലെങ്കിൽ ലൂസായിട്ടുള്ളൊരു സ്റ്റിച്ച് ഇട്ടിട്ട് ഹെമ്മിങ് ചെയ്തതിന് ശേഷം ആ സ്റ്റിച്ച് അഴിച്ച് കളഞ്ഞാൽ മതി കേട്ടോ. ഹെമ്മിങ് ചെയ്യുന്നതാണ് കുറച്ചും കൂടി നല്ല നീറ്റായിട്ട് കിട്ടുക ബ്ലൗസിന്. അങ്ങനെയാണല്ലോ എപ്പോഴും നമ്മൾ ചെയ്യുക.
പക്ഷെ എനിക്ക് മടിയായതുകൊണ്ട് ഞാൻ എല്ലാ വട്ടം സ്റ്റിച്ച് ചെയ്യാണ് ചെയ്യാറ്. എന്നിട്ട് അഴിച്ച് കളഞ്ഞിട്ട് പിന്നെ സമയമുള്ളപ്പോൾ അങ്ങനെ ഇരുന്ന് ചെയ്യും. അങ്ങനെയാണ് കേട്ടോ. ഇനി നമുക്ക് ഫ്രണ്ടിലേക്ക് ഹുക്കും മൈയും വെക്കാനുള്ളൊരു പടി സെറ്റാക്കണം. അപ്പം അതിന് ഇതുപോലെ നമ്മൾ കൊളുത്ത് വെക്കുന്ന ആ ഒരു സൈഡ് ഉണ്ടല്ലോ, അവിടെ കറക്റ്റ് ആ ലെങ്ത്തിനെക്കാട്ടും ഒരു 1/2 ഇഞ്ചുള്ള പീസ് എടുത്തിട്ട് ഉൾഭാഗത്ത് വെച്ചിട്ട് കണ്ടോ പുറത്തേക്ക് ഇതുപോലെ ഒരു 1/2 ഇഞ്ച് മടക്കി വെക്കുക. എന്നിട്ട് ഉൾഭാഗത്താണ് വെച്ചിട്ടുള്ളത് കേട്ടോ, കാരണം അത് ഫ്രണ്ടിലേക്കാണ് മടക്കി വെക്കുക നമ്മൾ, അതിന് വേണ്ടിയിട്ടാണ്. ഇതുപോലെ ഒരു 1/2 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്യുക. 1/2 ഇഞ്ച് നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് സീം അലവൻസ് ഇട്ടിരുന്നു, ഓർക്കണില്ലേ? എന്നിട്ട് ഇതേപോലെ ഒന്ന് തിരിച്ച് ഇതിനെ ഇതുപോലെ രണ്ടായിട്ടൊന്ന് ഫോൾഡ് ചെയ്തിട്ട് കറക്റ്റ് 1/2 ഇഞ്ചിൻ്റെ പോയിന്റിലേക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്തില്ലേ, 1/2 ഇഞ്ചിൻ്റെ പോയിന്റിലേക്ക് ഇതുപോലെ നിർത്തിയിട്ട് ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. സ്റ്റിച്ച് ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊളുത്താനുള്ള ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, അത് നമ്മൾ ഇവിടെ തന്നെ ഇതുപോലെ വി ഷേപ്പ് പോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതല്ലെങ്കിൽ നമുക്ക് മറ്റോണം ചെയ്യാനും പറ്റും കേട്ടോ, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇത് ഞാനൊരു എളുപ്പപ്പണിക്ക് ചെയ്തതാണ്. ഇതുപോലെ നമുക്ക് ആവശ്യമുള്ള ഗ്യാപ്പ് ഇട്ടിട്ട് നമുക്കിതുപോലെ ചെയ്തെടുക്കാം. സ്ട്രെയിറ്റ് സ്റ്റിച്ച് ചെയ്യുക, അവിടെ ഒന്ന് കുത്തി നിർത്തുക, എന്നിട്ട് ആ ഒരു വി ഷേപ്പ് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുക. എന്നിട്ട് വീണ്ടും താഴേക്ക് സ്റ്റിച്ച് ചെയ്യുക, വീണ്ടും അവിടെ നിർത്തുക, വീണ്ടും ആ വി ഷേപ്പ് ഒന്ന് സ്റ്റിച്ച് ചെയ്യുക, താഴേക്ക് വരിക, കെട്ടിട്ട് നിർത്തുക. കണ്ടോ, കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഹുക്ക് വയ്ക്കുന്ന ഭാഗം ചെയ്യണം. അതിനും ഇതേ അളവിലൊരു പീസ് ഞാൻ എടുത്തിട്ടുണ്ട്. അത് നമ്മൾ നല്ല വശത്ത് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ബാക്കിലേക്ക് ഇത് 1/2 ഇഞ്ച് ഇതുപോലെ മടക്കി വയ്ക്കുന്നുണ്ട്. മറ്റേ നമ്മൾ ഉൾവശത്ത് വെച്ചിട്ട് ഫ്രണ്ടിലേക്ക് മടക്കുകയായിരുന്നു ചെയ്തത്. ഇനി ഹുക്ക് വയ്ക്കുന്ന ഭാഗം നല്ല വശത്ത് വെച്ചിട്ട് ബാക്ക് സൈഡിലേക്ക് നമ്മൾ മടക്കുകയാണ് ചെയ്യുന്നത്. ഇതിനെ മുഴുവനായിട്ടും ഉള്ളിലേക്ക് മടങ്ങി പോകണം. ഈ നമ്മൾ ഈ ജോയിൻ ചെയ്ത പീസ് ഉണ്ടല്ലോ, അത് ഇപ്പം ഇതിൽ കാണുന്നത് പോലെ ആദ്യം ഒരു മടക്കുക, പിന്നെ ഫുൾ ആയിട്ട് തിരിച്ച് മടക്കുക. കണ്ടോ, മൊത്തത്തിൽ അങ്ങോട്ട് മടങ്ങിയിട്ട് 1 ഇഞ്ച് ഉള്ളിലേക്ക് മടങ്ങിപ്പോണം. ഇനി നമുക്ക് ഇതിനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇതും സെറ്റായി. കണ്ടോ കറക്റ്റ് പോയിന്റിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആ ഒരു പടി വയ്ക്കുന്ന ഭാഗം കഴിഞ്ഞു. ഇനി നമ്മൾ ക്രോസ് പീസ് ജോയിൻ ചെയ്തിട്ട് നെക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പോവാണ്. ക്രോസ് പീസ് നമ്മൾ ചെയ്യാത്ത ഡ്രസ്സ് ഉണ്ടാവില്ല, കാരണം ബാക്ക് പൊസിഷനിൽ മിക്കപ്പോഴും നമ്മൾ ക്രോസ് പീസ് തന്നെയാണ് യൂസ് ചെയ്യാറുള്ളത്. എല്ലാവരും പഠിച്ച് കഴിഞ്ഞൊരു ഭാഗമാണത്. സെയിം 1/2 ഇഞ്ച് നമ്മൾ ഉള്ളിലേക്കായിട്ട് മടക്കി വെക്കുക. അത് ആ നെക്കിൻ്റെ ആ ഒരു എൻഡ് പോർഷൻ കുറച്ച് നല്ല നീറ്റായിട്ട് ഫിനിഷിങ്ങിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ക്രോസ് പീസിനെ നമ്മൾ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ടാണ് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഫുൾ റൗണ്ട് ഫ്രണ്ടും ബാക്കും എല്ലാം നമ്മൾ ഒരുമിച്ചാണ് ചെയ്യുന്നത്. ഫുൾ ഇതുപോലെ ഒന്ന് റൗണ്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഈ അപ്പുറത്തെ എൻഡ് വരുമ്പോഴും ഓപ്പോസിറ്റ് എൻഡ് വരുമ്പോഴും 1/2 ഇഞ്ച് ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ട് തന്നെ ചെയ്യുക. അപ്പോഴും അവിടെയും ഫിനിഷിങ്ങിൽ നമുക്ക് കിട്ടുള്ളൂ. 2 സ്റ്റിച്ചിട്ട് കൊടുക്കുക, എന്നിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. സൈഡ് നമുക്കിങ്ങനെ മറച്ചെടുക്കുമ്പോൾ നല്ല നീറ്റായിട്ട് കിട്ടാനാണ്. ഇതും നമ്മൾ ഹെമ്മിങ് ആണ് ചെയ്യേണ്ടത്. ഞാനിത് നിങ്ങൾക്ക് കാണിക്കേണ്ടത് കൊണ്ട് മാത്രം സ്റ്റിച്ചിട്ട് കാണിക്കുകയാണ് കേട്ടോ. ഇനി ഇതെല്ലാം ഞാനിരുന്ന് അഴിച്ച് ഹെമ്മിങ് ചെയ്യും. സൺഡേ എങ്ങാനായിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു ഭാഗം കൂടി എൻ്റെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഷേപ്പ് കറക്റ്റ് നമ്മൾ മാർക്ക് ചെയ്ത ഒരു അളവിൽ നമുക്ക് ഷേപ്പ് 2 സൈഡിലും ഷോൾഡറും ചെസ്റ്റും താഴെയൊക്കെ ഒരേപോലെ അല്ലേന്ന് നോക്കി ലെവൽ ചെയ്ത് പിടിച്ചിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് ഷേപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കാം 2 സൈഡിലും. ഇതാണ് നമ്മളുടെ ഫൈനൽ ലുക്ക്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. സ്റ്റിച്ച് ചെയ്ത് ശരിയാവുകയാണെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ ആ ഒരു ടക്കിൻ്റെ കേസ് അത് മിസ്സായിപ്പോൾ എനിക്ക് വിഷമമായി, കാരണം ഞാൻ അത്രയും കഷ്ടപ്പെട്ടെടുത്തൊരു വീഡിയോ ആയിരുന്നു. ഡൗട്ടുള്ളവർ ചോദിക്കുക, ഞാൻ നെക്സ്റ്റ് ഡേ തന്നെ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ എന്തായാലും അടുത്ത ദിവസം തന്നെ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽഡ് പോസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു.